അങ്ങനെ ദൃശ്യം മൂവി ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ഭാഗം കണ്ടുവന്നൊക്കെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് 222 ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ല നിങ്ങൾ ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കന്. ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂ പറയാണ്ടായി, ഇതുപോലെ തന്നെ ഓവർ പ്രതീക്ഷയൊന്നും വേണ്ട, ഓവർ പ്രതീക്ഷ വെച്ചിരുന്നു കഴിഞ്ഞാൽ പ്രതീക്ഷക്കൊത്ത് പടം വന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാകാണ്ട് വരാൻ സാധ്യതയുണ്ട് എന്നാ ഒരു മൈൻഡ് സെറ്റോടെ ഞാൻ പോയി കണ്ടത്. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ആ രീതിയിൽ തന്നെ പോയി പടം കാണണം, അല്ലെങ്കിൽ ദൃശ്യം 3 കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട പടമാണെന്ന് ഫസ്റ്റ് തന്നെ പോയി കാണുക എന്നുള്ള രീതിയിൽ പോയി കാണുകയും ഒരു ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ ഉള്ള ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാണ്ട്, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് അനുഭവമാണ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ആ ടൈം ഫസ്റ്റൊക്കെ ചിലപ്പോൾ ഒട്ടുമിക്ക വരും മൊബൈൽ ഫോണിലാണെങ്കിലും ചിലപ്പോൾ ടി വിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ഞാനൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റും ഒട്ടുമിക്കാരും തിയേറ്ററിൽ അന്ന് എല്ലാവരും പോയി കണ്ടിട്ടാണെന്ന് അറിയാൻ മേല. ഞാൻ എന്തായാലും OTT അല്ലെങ്കിൽ ടി വി വന്നപ്പോഴാണ് ഞാൻ കണ്ടത് തന്നെ ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ഫീല്, ആ സിനിമ, ഈ ദൃശ്യം സിനിമാറ്റിക് ഫ്രാഞ്ചൈസി നമുക്ക് എന്താണ് നമ്മൾ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ എന്ത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് ഒട്ടും ചോരാണ്ട് തന്നെ ഒരു കിടിലനായിട്ട് മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിനകത്ത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയ ഒരു കിടിലൻ സിനിമ തന്നെ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ മോർണിംഗ് ഷോ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകണമെന്നുണ്ടായിരുന്നു. വർക്കിന്റെ വിഷയം കാരണം, അല്ലെങ്കിൽ നമുക്ക് ലീവ് കിട്ടാത്തൊരു വിഷയം വന്നതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞാണ് പടം പോയി കാണുന്നത്. എൻ്റെ അപ്പൊ ഞാനത് ജസ്റ്റ് തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയായിരുന്നു എങ്ങനെയാണ്, അല്ലെങ്കിൽ പടം കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണോ. അപ്പൊ കുറച്ച് പേര് അങ്ങനെ കുഴപ്പമില്ല ബ്രോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോണ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ, അപ്പൊ ജിത്തു ജോസഫ് പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു. ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് അത്ര വർക്കാകാഞ്ഞത് എന്നുള്ള ഇത് മൈൻഡിൽ കയറി. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെ തന്നെ പോയി കാണാം, ഓവർ എക്സ്പെക്ടേഷൻ വെക്കണ്ട ആ ഒരു മൈൻഡ്. അപ്പൊ ഞാൻ പടം കാണുന്ന സീറ്റ് ഇരിക്കും, പടം കാണാൻ സീറ്റ് ഇരുന്നപ്പോ തൊട്ട് തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ഓവറായിട്ടൊന്നും നീ പ്രതീക്ഷിക്കരുത്. ഒരു പടം സാധാരണ നോർമൽ പടമാണ് കാണാൻ പോണെന്ന് പറഞ്ഞാൽ ഇരുന്ന് കണ്ടാൽ മതി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലപോലെ വർക്കായി, നല്ല രീതിയിൽ എൻജോയ് ചെയ്താൽ. പടം ഓരോരോ ഘട്ടമായിട്ടാണ് കയറി പോകുക. അല്ലെങ്കിൽ നമ്മള് ഫസ്റ്റ് തുടങ്ങുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ഫാമിലി പാക്കേജ് മൂവി ആയിട്ട് തുടങ്ങിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു അവസാനം ഒരു ക്ലൈമാക്സ് സീനൊക്കെ എടുക്കുമ്പോൾ എല്ലാം കൂടി കയ്യടി, വിസിലടി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് തിയേറ്റർ ഒരു ഫാൻ ഷോ വൈബില്ലേ, ആ ഒരു സെറ്റപ്പിലേക്ക് മാറുന്ന ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. ആദ്യം ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സീനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊരു മാസ് കാറ്റഗറി പടം അങ്ങനെയൊന്നും അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വൈബ് ഫസ്റ്റ് ലാലേട്ടന്റെ ഫേസ് ആണെങ്കിലും കാണിക്കുമ്പോൾ കണ്ടാകത്തില്ലെന്നറിയാം വിസിലടിയും കാര്യങ്ങൾ. അപ്പൊ നോർമലി ജസ്റ്റ് ഒരു നോർമൽ പടം സ്റ്റാർട്ട് ചെയ്യണ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അങ്ങോട്ട് കഥ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി ഒരു ക്ലൈമാക്സ് സീനൊക്കെ എത്തുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ ഈ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന വ്യക്തി സത്യം പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്തില്ലാതിരുന്നെങ്കിൽ വേറൊരാളെപ്പോലും ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മളെ കാണുന്ന സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷൻ ആണെങ്കിലും അത് പുള്ളിയുടെ മാനറിസവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം കൂടി കോർത്തിണക്കി ഒരു മറ്റൊരു നടനെ അതിനെ ഒരു മോഹൻലാലിന് പകരമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചത്. ഇത് ക്ലാസിക് ക്രിമിനൽ അല്ല, അതിന്റെ അപ്പുറത്തെ വേറെ ലെവല് തട്ടിലായിട്ട് പോയി. അത് നമ്മളത് ആ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കണമെങ്കിൽ അങ്ങനെ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് പോയി കാണുക. അങ്ങനെയൊക്കെ ഇന്ന് കണ്ടാലും നമുക്ക് വർക്ക് ആവുള്ളൂ. അതുപോലത്തെ ഒരു പടം കൂടിയാണ് ഇത്
നമ്മൾ ഒട്ടും മടിപ്പിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു ഈ ഇന്ന കാറ്റഗറി എന്ന് പറഞ്ഞില്ല, 90s 80s 2K ജെൻസി എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ഒരേപോലെ കണക്ട് ആകുന്നില്ല. അല്ലെങ്കിൽ ഈ ദൃശ്യം ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ദൃശ്യം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ കഥയെ കുറിച്ച് ഒരു നോളജ്, അല്ലെങ്കിൽ കഥ എന്തായിരുന്നു, എവിടെ കൊണ്ടാണ് അവർ നിർത്തിയിരിക്കുന്നത്, അവിടെ നിന്ന് എങ്ങനെ തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ അവര് ജസ്റ്റ് ഒരു തുടക്കം പോലെ അവന്മാരെ കാണിക്കുന്നുണ്ടെങ്കിലും അത് ദൃശ്യം ഫസ്റ്റും സെക്കൻഡും നല്ലപോലെ കണ്ടവർക്ക് മാത്രമേ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാണ്ട് കണക്ഷൻ കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് കൂടുതലും പടത്തോട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി പടം കണ്ട് മനസ്സിലാവുള്ളൂ പിന്നെ അപ്പൊ കൂടുതലും പേര് എല്ലാരും നല്ലപോലെ ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്നൊരു കണ്ടിട്ട് വരിക. അല്ലെങ്കിൽ ജസ്റ്റ് കഥയും കാര്യങ്ങളൊക്കെ ഇത്ര വർഷമായില്ലേ, ചിലപ്പോ കഥയും സ്റ്റോറിയൊക്കെ മറന്നുവിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഇത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതായാലും കണ്ടിട്ടൊന്ന് വന്നാൽ മതി. അപ്പൊ നമുക്ക് പടം ഒന്നുകൂടി കണക്ട് ആവും. അല്ലാണ്ട് ജസ്റ്റ് നമ്മളിപ്പോ പടം കാണാനായിട്ട് അല്ലെങ്കിൽ മാസത്തില് അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിന്റെ പടം അല്ലേ അപ്പൊ ഒന്ന് കണ്ടേക്കാം, അത് ദൃശ്യമല്ലേ ഒന്ന് കണ്ടേക്കാം. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ആ ഒരു മൈൻഡ് ഉണ്ട്, സംഭവം കിടുവായിരിക്കും എന്നുള്ളത് ജിത്തു ജോസഫല്ലേ, അപ്പൊ ആ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്ത് വരണേക്കാട്ടും നല്ലത് ഒന്നുകൂടി പടം റിലേറ്റ് ചെയ്യുക. എത്ര വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഒന്നുകൂടി ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആണെങ്കിൽ അത് കാണുക. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നമ്മൾ കണ്ടു നോക്കുക, എന്നിട്ട് വന്നിരുന്ന് കാണുക. പിന്നെ പടം പുളി എന്ന് വെച്ചാൽ പുളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരു ക്ലാസിക് ക്രിമിനൽ എന്ന് പറഞ്ഞാണ് സെക്കൻഡ് പാർട്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് ക്ലാസിക് ക്രിമിനൽ എന്നല്ല പറയേണ്ടത്, ഏതറ്റം വരെ പോകുന്നാണ്, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഏത് അറ്റം വരെ ജോർജ് കുട്ടി പോകുന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റം പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മളൊട്ടും പ്രതീക്ഷിക്കല ആ ലെവലിൽ. ജസ്റ്റ് ഒരു സിനിമ കണ്ട്, അല്ലെങ്കിൽ ആ സിനിമയിലെ ക്യാരക്ടർ, ദൃശ്യം സിനിമ എന്ന് പറഞ്ഞ മൂവില് ആ ക്യാരക്ടറിന്റെ നോളജ് എന്ന് വെച്ചാൽ ഒരു 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തി സിനിമയിൽ നിന്ന് കിട്ടിയ അറിവ്, മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന സിനിമ കണ്ട് ഓരോ സിനിമയിൽ നിന്ന് കിട്ടിയ അറിവ് മൂലം ഒരു കേസ് തനിക്കെതിരായി വരികയും അത് പിന്നീട് അത് പോലീസിനെ വരെ കണ്ണുകെട്ടിക്കുന്ന ഈ ലെവലിൽ കൊണ്ടുപോകുന്ന തലത്തിലെ ഒരു സിനിമയാണ്. അത് ആദ്യം തന്നെ ഫസ്റ്റ് ഈ ജിത്തു ജോസഫിനോട് പറയണം, നിങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരാളെ സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ആളെ കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടാണ് അത് സിനിമയാക്കിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് മൊത്തത്തിൽ. ഇത്രക്ക് തലയുള്ള ഒരാള് ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ലെവലെന്ന് ചുമ്മാ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴും ഒന്നുകൂടി ചിന്തിച്ചു. നമ്മള് ഫസ്റ്റും സെക്കൻഡും കണ്ടപ്പോഴും പലരും പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കഥ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് അത് ഫസ്റ്റ് ഇറങ്ങി അത് പല ഭാഷകളിലായിട്ട് പോയി, സെക്കൻഡ് ഇറങ്ങി അതും അങ്ങനെ പോയി, അതെന്റെ അവകാശങ്ങൾ മേടിക്കാനായിട്ട് ഇടി വെച്ച് എന്തോ ഇത്ര നമ്മളെ മലയാള സിനിമയുടെ തന്നെ വേറെ ലെവല്. അതായത് ദൃശ്യം ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ 50 കോടി കളക്ട് ചെയ്യുന്ന മൂവി എന്ന് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ദൃശ്യം സെക്കൻഡ് വന്നത് OTT ആയിപ്പോയി. അതങ്ങനെ വലിയ വിജയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയില്ല. OTT വന്നപ്പോ ജസ്റ്റ് അഭിപ്രായം മാത്രം കിട്ടി, കൊള്ളാം എന്നുള്ള അഭിപ്രായം. പക്ഷെ കളക്ഷന്റെ കാര്യം ഒന്നും പറയാൻ പറ്റിയല്ല. നമ്മൾ OTT വേർഷൻ എന്ന് പറയുമ്പോ ഇത്ര രൂപയ്ക്ക് വിറ്റുപോയി അങ്ങനെ തന്നെ ഉള്ളു, അല്ലാണ്ട് എത്ര രൂപ കളക്ട് ചെയ്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സെക്കൻഡ് തേർഡ് വന്നപ്പോ നേരെ റീസെയിലും കാര്യങ്ങളൊക്കെ നല്ല ബുക്കിങ്ങും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കളക്ഷൻ വാരി കൂട്ടാനിരിക്കുന്ന പടം തന്നെ എന്ന് പറഞ്ഞാൽ മതി. ഇത് ഓവറായിട്ട് പറഞ്ഞ് കൊളാക്കണില്ല എന്നുവെച്ചാൽ അത് ആ പടം കാണാനുള്ള ഒരു ഫീൽ ചിലപ്പോ നഷ്ടപ്പെടാൻ സാധ്യത. ഞാനെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്, ചിലപ്പോൾ സ്പോയിലർ കണ്ടന്റ് ചിലപ്പോൾ പറഞ്ഞു പോകാൻ സാധ്യതയാണെന്ന് എനിക്കൊരു പേടി തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. അത് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും വെച്ച് നമ്മൾ ആ കണ്ടിന്യൂറ്റിയോടെ നമ്മൾ കാണുകയാണെങ്കിൽ പടം വർക്കാവും. അല്ലാതെ നമ്മൾ അതിനേക്കാട്ടും അപ്പുറം നിൽക്കുന്ന ലെവല് ഒരു പടം ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ടേഷൻ വെച്ച് നമ്മൾ പോയി കാണുകയാണെങ്കിൽ എനിക്ക് തോന്നണ മറ്റുള്ള കൂടുതലും പേർക്ക് നിരാശയായിരിക്കും. പക്ഷെ മാക്സിമം എല്ലാവരും ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഓവറായിട്ട് വെക്കാണ്ട് ആ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ആ ഒരു വില
ചോരാണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു കിടിലൻ മൂവി തന്നെയാണ്. പിന്നെ പറയാനുള്ള വണ്ണാനുള്ളി ലാലേട്ടൻ, എന്ത് പെർഫോമൻസ് ആണ്. ഈ ഒരു അവസാനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, അത് ആ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആവും. അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ സിറ്റുവേഷനിൽ ലാലേട്ടന്റെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ആ എന്ത് ടൈപ്പ് പ്രഷറാണ് ലാലേട്ടന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ആ ഫേസിലെ എക്സ്പ്രഷൻ ആണെങ്കിലും ഉള്ള മാനറസവും കാര്യങ്ങളായി ആരാടാ പറഞ്ഞ ഉള്ളിക്ക് എക്സ്പ്രഷനും കാര്യങ്ങളും ഇനി വരികയാണ് കാണുക. കാരണം പറഞ്ഞമാരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കാണും, ഒരു രക്ഷയിലെ തകർത്തടിച്ചു വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഇല്ലെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ പോയി തന്നെ പറഞ്ഞു. ആ മനുഷ്യന്റെ പെർഫോമൻസ് കൊണ്ട് മൊത്തത്തിൽ സിനിമയുടെ കംപ്ലീറ്റ് ഒരു ഹാൻഡ് ഓവർ ആ കയ്യില്, ആ കൈന്റെ തോളിലാണ് ആ സിനിമ മുള്ളു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മതി, ഒരു രക്ഷയില്ല.